നമസ്കാരം. നിലമ്പൂർ ഇന്ന് വിധിയെഴുതുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. നിശ്ശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള വലിയ ഓട്ടപ്രദക്ഷിണത്തിലായിരുന്നു. നിലവിലിപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 7787 പുതിയ വോട്ടർമാർ ഉൾപ്പെടെ 2,32,000 വോട്ടർമാരുണ്ട് മണ്ഡലത്തിൽ. 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകളും ഉൾപ്പെടുന്നു. വനത്തിനുള്ളിൽ ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന സ്ഥലത്ത് 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 5:30 തന്നെ മോക്ക് പോൾ ആരംഭിച്ചിരുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് മോക്ക് പോൾ നടത്തുക. വോട്ടെടുപ്പ് ദിവസം വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് ബട്ടൺ അമർത്തി കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നതോടെയാണ് മോക്ക് പോൾ പ്രക്രിയ ആരംഭിക്കുന്നത്. കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും 0 വോട്ടാണ് അപ്പോൾ കാണിക്കുക. ശേഷം VVPATന്റെ ബാലറ്റ് കമ്പാർട്ട്മെന്റും തുറന്ന് ശൂന്യമാണെന്ന് പോളിംഗ് ഏജന്റുമാരെ പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യപ്പെടുത്തും. അതിനുശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കുറഞ്ഞത് 50 വോട്ടുകളുള്ള മോക്ക് പോൾ നടത്തും. തുടർന്ന് കൺട്രോൾ യൂണിറ്റിൽ രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് ഫലം VVPAT സ്ലിപ്പ് കൗണ്ടുമായി താരതമ്യം ചെയ്ത് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുന്നതാണ് രീതി. ഇതിനുശേഷം യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മോക്ക് പോൾ ഫലം മായ്ക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ക്ലിയർ ബട്ടണും അമർത്തുന്നു. തുടർന്ന് വോട്ടുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൺട്രോൾ യൂണിറ്റ് ഡിസ്പ്ലേയിൽ 0 വോട്ടുകൾ കാണിക്കുന്നതിന് ടോട്ടൽ ബട്ടൺ അമർത്തുകയും VVPAT ബാലറ്റ് കമ്പാർട്ട്മെന്റ് ശൂന്യമാണെന്ന് വീണ്ടും പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൺട്രോൾ യൂണിറ്റും VVPATും സീൽ ചെയ്യും. ഇതിനുശേഷമാണ് ബൂത്തിൽ യഥാർത്ഥ വോട്ടെടുപ്പ് ആരംഭിക്കുക. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് കണക്കാക്കുന്നതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന കണക്കൂട്ടിലാണ് 3 മുന്നണികളും. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം ആരോപണ പ്രത്യാരോപണങ്ങളാൽ മുഖരിതമായിരുന്നു. ഇടത് സർക്കാരിന്റെ ദുർഭരണവും വന്യജീവി ആക്രമണവും മലപ്പുറം ജനതയെ അപമാനിച്ച മുഖ്യമന്ത്രിയുടെ പരാമർശവും നിലമ്പൂരിനോട് സർക്കാർ കാട്ടിയ അവഗണനയും തുറന്നുകാട്ടിയായിരുന്നു പ്രചരണം എന്നതായിരുന്നു UDFന്റെ വാദം. CPM BJP അന്തർധാരയിൽ ഉയർത്തിയ വിമർശനങ്ങളെ അടിവരയിട്ട് സാധൂകരിച്ചുകൊണ്ടുള്ള MV ഗോവിന്ദന്റെ RSS സഹകരണ തുറന്നു പറച്ചിലും മണ്ഡലത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കളമൊരുക്കിയെന്നും UDF പറയുന്നു. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച ആവേശം സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ പോലും പ്രവർത്തനം ശക്തമാക്കിയെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി. പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്ത് വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രത്യേക സ്ക്വാഡിനും LDF രൂപം നൽകിയിട്ടുണ്ട്. താരതമ്യേന സ്വാധീനം കുറഞ്ഞ വഴിക്കടവ് പോലെയുള്ള മേഖലകളിൽ സ്ക്വാഡിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തും. അൻവറിന്റെ സ്വാധീന മേഖലകളിൽ വോട്ട് ചോരാതിരിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഇടതുമുന്നണി. അവസാന നിമിഷവും സൈബർ ഇടങ്ങളിലും പോര് കടുപ്പിച്ചിട്ടുണ്ട്. LDF UDF നേതൃത്വം വോട്ട് ഉറപ്പിക്കാൻ പരക്കം പായുമ്പോൾ വീട്ടിലിരുന്ന പ്രമുഖ വ്യക്തികളെ ഫോണിൽ ബന്ധപ്പെട്ടാണ് PV അൻവറിന്റെ ഓപ്പറേഷൻ. ഇരു ക്യാമ്പുകളിൽ നിന്നും പരമാവധി വോട്ട് ചോർത്തി അഭിമാന പോരാട്ടം തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾക്ക് പുറമെ ക്രൈസ്തവ മേഖലകളിൽ നിന്നും വോട്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് NDA. അതേസമയം നിലമ്പൂരിലെ പുതിയ MLA 23-ാം തീയതി അറിയാം. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സര രംഗത്തുള്ളത്. 3 ആഴ്ചയിലേറെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം തമ്പടിച്ച് നടത്തിയ പ്രചാരണങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനം മാവോയിസ്റ്റ് വിമുക്തമാക്കിയെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച 1254 പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 16-ന് പൂർത്തിയായിരുന്നു. റിസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് കേന്ദ്രങ്ങളും 341 VVPATുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിൽ 42-ാം നമ്പർ ബൂത്ത്, ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ 120 നമ്പർ ബൂത്ത്, നെടുങ്കായം അമ്യൂണിറ്റി സെന്റർ 225-ാം നമ്പർ ബൂത്ത് എന്നിവയാണവ. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും.